നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ 10th ലെവൽ പ്രിലിംസിലെ പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ മാത്സിൻ്റെ ബേസ് അറിഞ്ഞുകൂടാത്തവർക്കും വേണ്ടിയുള്ള ക്ലാസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള അതുമായി ബന്ധപ്പെട്ട 2-3 വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇത് കണ്ടോ, ഇത്രയും കാര്യങ്ങളുണ്ട്. നമ്മൾ 1, 2, 3, 4 അങ്ങനെ സംഖ്യകൾ എണ്ണാറുണ്ട് അല്ലേ? പക്ഷെ അതൊക്കെ എത്ര പേരിൽ അറിയപ്പെടുന്നതെന്ന് കണ്ടോ? 1 എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ, കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ? ഒറ്റ സംഖ്യകൾ ഏതാ? ഓഡ് നമ്പേഴ്സ് ഇംഗ്ലീഷ് പറയും. അതുപോലെ ഇരട്ട സംഖ്യകൾ ഏതാണ്? ഈവൻ നമ്പേഴ്സ്. അഖണ്ഡ സംഖ്യകൾ ഏതാണ്? ഈ ഓൾ നമ്പേഴ്സ് എന്ന് പറയും. 0, 1, 2, 3 അങ്ങനെ തുടങ്ങി 0 മുതൽ ഉള്ളതാണ് അഖണ്ഡ സംഖ്യകൾ. പിന്നെയോ അഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാലോ, അത് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. അഭാജ്യ സംഖ്യകൾ, ഭാജ്യ സംഖ്യകൾ, പരിപൂർണ സംഖ്യകൾ, ഭിന്നകങ്ങൾ, അഭിന്നകങ്ങൾ, ഇതെല്ലാം അറിയാവുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇതിലേതെങ്കിലുമൊക്കെ അറിഞ്ഞുകൂടായെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇത് കാണുകയാണ് നല്ലത്. കാരണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പോകാതിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് ചെയ്യാം. നോക്കുക, ആദ്യം എണ്ണൽ സംഖ്യ അല്ലെ നിസർഗ സംഖ്യകൾ എന്താണെന്ന് നോക്കാം. അതെന്താണ്? 1, 2, 3, 4 ഇങ്ങനെ നമ്മൾ എണ്ണൽ 1 തൊട്ട് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് അപ്പോൾ 1. ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ ഏതാണ്? നമുക്ക് പറയാൻ പറ്റില്ല, അനന്തമാണ് അല്ലേ? അനന്തമായി പോകുന്നതാണ് എണ്ണൽ സംഖ്യകളുടെ ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് ഏതാണ്? 1. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനുള്ള മറ്റൊരു പേരെന്താണ്? എണ്ണൽ സംഖ്യക്കുള്ള മറ്റൊരു പേര് നിസർഗ സംഖ്യകൾ എന്നും അതിന് പറയും. അപ്പോൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ 1 അല്ലെ? നിസർഗ സംഖ്യ 1. ഏറ്റവും വലിയ നിസർഗ സംഖ്യ അനന്തമാണ് അല്ലേ? നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കാര്യം ഒന്നാമത്തെ ആയിക്കഴിഞ്ഞു നമ്മൾ അല്ലേ. അടുത്തതോ ഒറ്റ സംഖ്യകൾ. ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ ഓഡ് നമ്പേഴ്സ്. എങ്ങനെയാണ്? ഇതുണ്ടോ, എണ്ണൽ സംഖ്യയിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞല്ലോ. ഇതിൽ 1 പിന്നെ 2 അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇരട്ട സംഖ്യയാണ്. അതല്ല, 1, 3, 5, 7 ഇങ്ങനെ ഒന്നിടവിട്ട് വരുന്ന ഇതുണ്ട്. 1, 3, 5, 7 ഇവയാണ് ഒറ്റ സംഖ്യകൾ, അതായത് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏതാണ്? 1. ഏറ്റവും വലുതുണ്ടോ? ഇങ്ങനെ ആവർത്തിച്ച് പോകും, അത് അനന്തമായിട്ട് പോകും അല്ലേ. അപ്പം ഒറ്റ സംഖ്യകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇതുമായി അടുത്തതോ ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ്. അതെങ്ങനെയാണ്? 1, 3 ഇടയ്ക്കുള്ള 2 തുടങ്ങും. 2, 4, 6, 8 ഇങ്ങനെ പോകും. അതിന് ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാണ്? ഈവൻ നമ്പർ ഏറ്റവും ചെറുത് 2. ഏറ്റവും വലുതോ? അനന്തമായിട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചു, ഇരട്ട സംഖ്യയും പഠിച്ചു. ഇനി നോക്കുക, അഖണ്ഡ സംഖ്യകൾ, ഓൾ നമ്പേഴ്സ്. WHO ഓൾ നമ്പേഴ്സ് എന്നാണ് അഖണ്ഡ സംഖ്യകൾ. അതെന്താണെന്നറിയാവോ? അത് ഇതിൽ നിന്നും ചെറിയ വ്യത്യാസമുള്ളൂ. 0 മുതൽ തുടങ്ങും. ഇത് 1 മുതലല്ലേ എണ്ണൽ സംഖ്യ തുടങ്ങുന്നത്? അഖണ്ഡ സംഖ്യ ആകുമ്പോൾ 0, 1, 2, 3, 4 അങ്ങനെ പോകും. അപ്പോൾ അഖണ്ഡ സംഖ്യ ഓൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 മുതലാണെന്ന് വ്യത്യാസമുള്ളൂ. എണ്ണൽ സംഖ്യയാണ് 1 മുതലേ തുടങ്ങുള്ളൂ, നിസർഗ സംഖ്യ അല്ലേ. അപ്പോൾ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 0 മുതൽ, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ ഏതാണെന്നറിയാം? 0 ഏറ്റവും ചെറിയ ഓൾ നമ്പർ ഏതാണെന്ന് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഏതാണ്? 0. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? 1. ഇത് തമ്മിൽ മാറിപ്പോകരുത്. അഖണ്ഡ സംഖ്യ ഓൾ നമ്പർ 0യും എണ്ണൽ സംഖ്യ കൗണ്ടിങ് നമ്പർ എന്ന് പറയുന്നത് 1 അല്ലേ. ഓൾ നമ്പർ 0. അപ്പോൾ അഖണ്ഡ സംഖ്യ ആയി. ഇനി നോക്കിയേ, അഭാജ്യ സംഖ്യകൾ, അതായത് പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് അതെന്താണെന്ന് കാണിച്ചു തരാം. ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഘടകമേ ഉള്ളൂ എങ്കിൽ അതാണ് പ്രൈം നമ്പർ. എന്ന് വെച്ചാൽ ഇത് പ്രൈം നമ്പറിൽ ഇപ്പം 2 എടുക്കാം. അതിന് 1നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും? 2 ഗുണിച്ചാൽ അല്ലേ, 1 × 2 2 കിട്ടും. പിന്നെ 2നെ 1 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് 2 കിട്ടുന്നത്? 1 × 2 2 കിട്ടും. പിന്നെ 2 × 1 2 കിട്ടും. ഇപ്പൊ ഈ 1ഉം 2ഉം മാത്രമേ ഇതിന്റെ ഘടകങ്ങളുള്ളൂ. വേറെ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 2 എന്നുള്ള സംഖ്യ കിട്ടുമോ? ഇല്ല.
അങ്ങനെ ഈ രണ്ടേ രണ്ട് ഘടകങ്ങളെ ഉള്ളൂ എങ്കിൽ ആ സംഖ്യയാണ് ഏത് അഭാജ്യ സംഖ്യകൾ, പ്രൈം ഫിഗേഴ്സ് എന്ന് പറയും, പ്രൈം നമ്പേഴ്സ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 1. അതിന് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഒറ്റ ഘടകമുള്ളൂ, 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാജ്യമല്ല അഭാജ്യമല്ല, പ്രൈം നമ്പർ ഒന്നും അല്ലാത്ത ഏറ്റവും ഇത് 1 എന്ന് പറഞ്ഞ് പ്രൈം നമ്പറും അല്ല, ഇതുണ്ട് അഭാജ്യസംഖ്യ അല്ല, ഭാജ്യസംഖ്യ അല്ല, കോമ്പോസിറ്റ് നമ്പർ അല്ലെ ഭാജ്യസംഖ്യ, അതുമല്ല പ്രൈം നമ്പറും അല്ലാത്ത സംഖ്യ ഏതാണ്? 1. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. 2 മുതൽ തുടങ്ങും അല്ലേ. 2 എന്ന് പറഞ്ഞാൽ അപ്പം പ്രൈം നമ്പർ എന്താണ്? 2 ഘടകങ്ങളെ കാണുകയുള്ളൂ. അപ്പം നമ്മളിങ്ങനെ എഴുതി നോക്കുമ്പോൾ 2 ഘടകം ഉള്ളെങ്കിൽ അതാണ് പ്രൈം നമ്പർ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണ്? 2. അപ്പോൾ ഇനി വേറൊരു പ്രൈം നമ്പറും കൂടെ എഴുതി കാണിച്ചു തരാം. 3 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അതിന് ഏതൊക്കെയുണ്ട്? 1 ഇൻറ്റു 3 3 പിന്നെയോ 2 ഇൻറ്റു എത്രയെങ്കിലും കൊണ്ട് കുടിച്ചാൽ 3 കിട്ടുമോ? ഇല്ല. പിന്നെയോ 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും 3 കിട്ടും. കണ്ടോ? ഇതിന് ഈ 1ഉം 3ഉം മാത്രമേ ഇതിന്റെ ഘടകങ്ങൾ എന്ന് പറയും ഇതിന് അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 3ഉം പ്രൈം നമ്പറാണ് അല്ലേ. അപ്പൊ വേറെ ഒരെണ്ണം നോക്കിയേ. 4 എഴുതിയാൽ അങ്ങനെ ശരിയാവുമോ? 4 എഴുതി നോക്കാം. 4ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 ഇൻറ്റു 4 4. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 1 4. അപ്പൊ ഇത് നോക്കിക്ക്, ഇതിന് എത്ര ഘടകമുണ്ട്? 1നെ 4 കൊണ്ട് പിടിച്ചാൽ 4 കിട്ടും. 2 ഇൻറ്റു 2 4. 4 ഇൻറ്റു 1 4. അപ്പൊ എത്ര ഘടകങ്ങളുണ്ട് 4ന്? 1 2 3 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ 2 ഘടകം മാത്രം ഉള്ളെങ്കിൽ ആണ് പ്രൈം നമ്പർ ആകുകയുള്ളൂ. അപ്പം 4 പ്രൈം നമ്പർ ആണോ? അല്ല. നമ്മളിപ്പോൾ 2 3 പിന്നെ അടുത്ത പ്രൈം നമ്പർ ഏതായിരിക്കും? 5 എങ്ങനെയായിരിക്കും? 1 ഇൻറ്റു 5 5 അല്ലേ. 1 ഇൻറ്റു 5 5. 2 ഇൻറ്റു എത്രയെങ്കിലും ഇൻറ്റു ചെയ്താൽ 5 കിട്ടുമോ? ഇല്ല. 3 ഇൻറ്റു എത്രയെങ്കിലും ഇൻറ്റു ചെയ്താൽ 5 കിട്ടുമോ? ഇല്ല. 4 ഇൻറ്റു കിട്ടില്ല. പിന്നെ ഏതേ ഉള്ളൂ? 5 ഉള്ളൂ. 5 ഇൻറ്റു 1 5. അപ്പോൾ 5നും എത്ര ഘടകമുള്ളൂ? 2 ഘടകമുള്ളൂ. 1 5 മാത്രം. അപ്പോൾ ഈ ഇതുവരെയുള്ള ഇപ്പോൾ 2-3 പ്രൈം നമ്പേഴ്സ് പഠിച്ചതൊക്കെയാണ് 2 3 5. അപ്പോൾ ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. പിന്നെ അടുത്തത് 7 അല്ല 13. ഇങ്ങനെ നിങ്ങളൊന്ന് നോക്കുക. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ. അത് ഞാൻ ഇത് കഴിയുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ അഭാജ്യ സംഖ്യകൾ വരെ നമ്മൾ പഠിച്ചല്ലേ, പ്രൈം നമ്പേഴ്സ്. അടുത്തതോ ഭാജ്യസംഖ്യകൾ അല്ലെ കോമ്പോസിറ്റ് നമ്പേഴ്സ്. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? 2ൽ കൂടുതൽ ഘടകങ്ങളുടെ സംഖ്യകൾ എന്ന് പറയും. 2ൽ കൂടുതൽ ഘടകങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ 4 ചെയ്തായിരുന്നു അല്ലേ. 4ന്റെ എങ്ങനെയാണ്? 1 ഇൻറ്റു 4 4 അല്ലേ. 2 ഇൻറ്റു 2 4 അല്ലേ. അടുത്തതോ 4 ഇൻറ്റു 2 അല്ല 4 ഇൻറ്റു 1 4. അപ്പോൾ ഏതൊക്കെയാണ് ഈ 4ന്റെ ഘടകങ്ങൾ? 1 2 4. ഇതിന് 2ൽ കൂടുതൽ ഘടകങ്ങൾ അല്ലേ ഉണ്ട്. അങ്ങനെയുള്ളവയാണ് ഭാജ്യസംഖ്യകൾ. ഭാജ്യസംഖ്യ എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ. വേറൊരു ഉദാഹരണം 6. 6ന്റെ ഘടകങ്ങളൊക്കെയാണ്? 1 ഇൻറ്റു 6 6 അല്ലേ. 6. 2 ഇൻറ്റു 3 6. പിന്നെയോ 3 ഇൻറ്റു 2 6. പിന്നെ 1 ഇൻറ്റു 6 ഇൻറ്റു 1 6 അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? 1 ഇൻറ്റു 6 6. 2 ഇൻറ്റു 3 6. 3 ഇൻറ്റു 2 6. 6 ഇൻറ്റു 1 6. അപ്പോൾ ഇതുണ്ടോ ഏതൊക്കെ ഈ 6ന്റെ ഫാക്ടേഴ്സ്? 1 2 3 6. ഇത്രയും 4 ഫാക്ടേഴ്സ് ഉണ്ട്. 2 കൂടുതലുണ്ട് അല്ലേ. അങ്ങനെയുള്ളതൊക്കെ ഭാജ്യസംഖ്യകളാണ് അല്ലേ, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ്. ഇനി നമുക്കുള്ളത് പരിപൂർണ സംഖ്യകൾ. ഇത് പലരും കേട്ടിട്ടില്ലായിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഘടകങ്ങൾ എഴുതിയല്ലോ. ആ ഘടകങ്ങൾ എഴുതിയപ്പോൾ ഘടകങ്ങളുടെ ഇതുണ്ടോ. ഇപ്പോൾ 6ന്റെ ഘടകം എഴുതി കാണിച്ചില്ല. 6ന്റെ ഘടകം ഏതൊക്കെയാണ്? 1 ഇൻറ്റു 6 6 അല്ലേ. 2 ഇൻറ്റു 3 6. 3 ഇൻറ്റു 2 6. പിന്നെയോ 6 ഇൻറ്റു 1 6. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 6 3 9 9 2 11 11 1 12. കണ്ടോ. എന്ന് വെച്ചാൽ ഈ 6ന്റെ ഘടകമല്ലേ നമ്മൾ എഴുതിയത്. ഈ 6ന്റെ ഘടകം എഴുതിയപ്പോൾ ആ ഘടകങ്ങളെല്ലാം കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 12 കിട്ടി. എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ഈ സംഖ്യയുടെ ഇരട്ടിയാണെങ്കിൽ
അതാണ് പെർഫെക്റ്റ് നമ്പേഴ്സ്, അതായത് പൂർണ്ണസംഖ്യകൾ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ 1, 2, 3, 6 6ൻ്റെ ഘടകങ്ങൾ. അപ്പോൾ അത് കൂട്ടിക്ക് 1, 2, 3, 3, 6, 6, 12 നേടി. ഈ 6 എന്നുള്ള സംഖ്യയുടെ ഇരട്ടിയാണ് നമുക്ക് അതിൻ്റെ ഘടകങ്ങളുടെ തുക കിട്ടിയത്. അപ്പോൾ 6 ഒരു പെർഫെക്റ്റ് നമ്പർ എന്ന് പറയാം അല്ലേ? 6 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ പെർഫെക്റ്റ് നമ്പർ എന്താണെന്ന്, പരിപൂർണ്ണ സംഖ്യകൾ, അങ്ങനെയുള്ളത് സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഘടകങ്ങൾ എഴുതി നോക്കിക്കഴിയുമ്പോൾ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടിയാൽ അത് പെർഫെക്റ്റ് നമ്പർ ആയിരിക്കും. നിങ്ങൾ പെർഫെക്റ്റ് നമ്പർ കണ്ടുപിടിച്ച് നോക്കുക. അടുത്തതോ ഭിന്നകങ്ങൾ. നമുക്ക് അടുത്ത് പഠിക്കുന്നത് ഭിന്നകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തറിയോ? A/B എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളാണ് A/B എന്ന് എഴുതാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ പക്ഷെ B 0 ആയരുത്. B ഈസ് നോട്ട് ഈക്വൽ ടു 0. B 0 ആകുകയും ചെയ്യരുത്. എന്ന് വെച്ചാലോ 3 2. അപ്പോൾ 2/0 എന്ന് എഴുതിയാൽ അതാണ് 0 ആകലെന്ന് പറയുന്നത്. A/B അല്ലേ? A/B അടിയിൽ 0 വരരുത്. അങ്ങനെയുള്ള സംഖ്യകൾ ഇങ്ങനെ 2/3. പിന്നെയോ 5 എന്ന് പറഞ്ഞാലോ ഭിന്നകത്തിൽ പെടുമോ? പെടും. കാരണം 5 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? 5/1 എന്ന് എഴുതാം അല്ലേ? നമുക്ക് ഭിന്നസംഖ്യ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതും ഈ ഭിന്നകത്തിൽ പെടും. പക്ഷേ 5/0 എന്ന് പറഞ്ഞാൽ ഭിന്നകമല്ല. കാരണം A/B ആണ് ഭിന്നകങ്ങൾ. പക്ഷേ B ഈസ് നോട്ട് ഈക്വൽ ടു 0. ഈ ബിയുടെ സ്ഥാനത്ത് 0 വരരുത്. അതേ ഉള്ളൂ കണ്ടീഷൻ അല്ലേ ഭിന്നകങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള സംഖ്യകളാണ് ഭിന്നകങ്ങൾ. 3, 2, 5 അങ്ങനെയൊക്കെ പറയുന്നത് ഭിന്നകങ്ങളും ആയി. നമുക്ക് അടുത്തതോ അഭിന്നകങ്ങൾ. അഭിന്നകങ്ങൾ എന്ന് പറഞ്ഞാലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോക്കിയാൽ ഞാൻ പറയാം. 1.2 നമ്മൾ ഹരിക്കുമ്പോൾ ഇങ്ങനെ തീരാതെ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ തീരുന്നില്ല. നമ്മൾ ചില സംഖ്യകൾ ഹരിക്കുമ്പോൾ അങ്ങനെ വരാം അല്ലേ? അങ്ങനെയൊക്കെയുള്ള സംഖ്യകളാണ് അഭിന്നകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്രയെണ്ണുണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9 തരത്തിലുള്ള സംഖ്യകൾ നമ്മൾ പഠിച്ചു അല്ലേ? എണ്ണൽ സംഖ്യകൾ, അല്ലെ നിസർഗ സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, അഭാജ്യ സംഖ്യകൾ, ഭാജ്യ സംഖ്യകൾ, പരിപൂർണ സംഖ്യകൾ, ഭിന്നകങ്ങൾ, അഭിന്നകങ്ങൾ അല്ലേ? ഇത്രയും പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ ഓരോന്നും എങ്ങനെ ഉള്ളതാണ്, ഓരോ സംഖ്യകളും എങ്ങനത്തെയാണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ശരിയാക്കാനായിട്ട് പറ്റും. ഞാൻ ഇനി പറഞ്ഞു 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി പഠിക്കണം. 1, 10. 1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ ഇടയ്ക്ക് ഏതൊക്കെ അഭാജ്യ സംഖ്യ ഉണ്ട്? അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ 2 ഘടകം മാത്രമേ കാണാവുള്ളൂ അല്ലേ? അതുണ്ടോ? 2ന് എത്ര ഘടകമുണ്ട്? 1ഉം 2ഉം ഉള്ളൂ അല്ലേ? 3നും അത് ഞാൻ കാണിച്ചു തന്നായിരുന്നു. 1ഉം 3ഉം ഉള്ളൂ. 5നോ 1ഉം 5ഉം ഉള്ളൂ. പിന്നെ 7നും 1, 7ഉം ഉള്ളൂ. അപ്പോൾ 1നും 10നും ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യ നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 2, 3, 5, 7. 10നും 20നോ 11, 13, 17, 19. 11 നോക്കിക്കോ. 1 × 11 11ആണ്. പിന്നെ ആകെ ഉള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ 11ആണ് അല്ലെ? 1ഉം 11ഉം. അപ്പോൾ ഒരു അഭാജ്യ സംഖ്യ ആണെങ്കിൽ ആ സംഖ്യയ്ക്ക് ഏതൊക്കെ ഘടകങ്ങളായിരിക്കും ഉള്ളത്? 1ഉം പിന്നെ ആ സംഖ്യയുമായിരിക്കും ഘടകം. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ഘടകവും വരില്ല. അപ്പം 11ന്റെ ഘടകം എന്ന് പറഞ്ഞാൽ 1ഉം 11ഉം. 13ന്റെയോ 1ഉം 11ഉം. പിന്നെ വേറെ ഏതെങ്കിലും സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 13 കിട്ടുമോ? ഇല്ല. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഒരിക്കലും കിട്ടില്ല. 17 അതുപോലെ തന്നെ, 19 അതുപോലെ തന്നെ. അപ്പോൾ 10നും 20നും ഇടയ്ക്ക് 11, 13, 17, 19 ഇത്രയും അഭാജ്യ സംഖ്യകളുണ്ട് അല്ലേ? പ്രൈം നമ്പേഴ്സ്. 20നും 30നും ഇടയ്ക്ക് 2 സംഖ്യയുണ്ട്. ഏതൊക്കെയാ? 23, 29. അതിൻ്റെ ഇടയ്ക്ക് 27 ഉണ്ട്. 27ന്റെ ഒക്കെ നമുക്ക് പെട്ടെന്ന് തോന്നും ചിലപ്പോൾ നമുക്ക് പ്രൈം നമ്പർ ആണ്. 27 നമുക്കൊന്ന് എഴുതി നോക്കാം. 1 × 27 എന്ന് പറഞ്ഞാൽ 27 അല്ലേ? 2 എത്രയെങ്കിലും കൊണ്ട് ഗുണിച്ചാൽ 27 കിട്ടോ? ഇല്ല. 3നെയോ ഉണ്ടോ? 3 × 9 27 അല്ലേ? അപ്പോൾ തന്നെ 1 ആയി 3 ആയി. ഇനി എത്രയുണ്ട്? 9 × 3 27 അല്ലേ? 27. പിന്നെ എത്രയുണ്ട്? പിന്നെ 27 × 1 27 അല്ലേ? ഇങ്ങനെ ഉണ്ടോ? 1ൽ കൂടുതൽ ഘടകങ്ങൾ ഇതിനിപ്പോൾ തന്നെ ആയി കഴിഞ്ഞു അല്ലേ? 1, 3, 9, 27 ഒക്കെ ഉണ്ട്. 2 ഘടകത്തിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ പ്രൈം നമ്പർ അല്ലല്ലോ. അപ്പോൾ 27 ഒന്നും പ്രൈം നമ്പർ അല്ല. ഏതാണ്ട് 20നും 30നും ഇടയ്ക്കുണ്ട് 23, 29 ആണ് പ്രൈം നമ്പേഴ്സ്. 30നും 40നും ഇടയ്ക്കോ 31, 37. 40നും 50നും ഇടയ്ക്കോ 41, 43, 47. 50നും 60നും ഇടയ്ക്ക് 53, 59. 60നും 70നും ഇടയ്ക്ക് 61, 67. 70നും 80നും ഇടയ്ക്ക് 71, 73, 79. 80നും 90നും ഇടയ്ക്ക് 83, 89. 90നും 100നും ഇടയ്ക്ക് 97 ആണ്. ഇനി ഒരു കാര്യം കൂടെ, ഏറ്റവും ചെറിയ 3 അക്ക പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ ഇതുണ്ടോ? 101. നിങ്ങൾ നോക്കിക്കേ, 101നെ നമുക്ക് 1, 101 മാത്രമേ അതിൻ്റെ ഘടകമായിട്ട് വരുള്ളൂ
അതാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു ലാസ്റ്റ് ഷീറ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും ചെറിയ 3 അക്ക പ്രൈം നമ്പർ ഏതാണ്? അപ്പോൾ ഏതാണ്? 101, 3 അക്കം ഉള്ളത് അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഖ്യയുടെയും പ്രത്യേകതകളും കൂടെ മനസ്സിലാക്കി വെക്കണം. അങ്ങനെ വെച്ചാൽ നമുക്ക് പരീക്ഷകൾക്ക് തെറ്റാതിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.